അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തൗബ ചെയ്യാനുള്ള മനസ്സ് എന്നുള്ളത്. മാപ്പ് ചോദിക്കാനുള്ള മനസ്സ്. അത് അടിമകളോടാണെങ്കിലും ഉടമയോടാണെങ്കിലും ശരി, അടിമയോടാണെങ്കിലും ഉടമയോടാണെങ്കിലും ശരി, മാപ്പ് ചോദിക്കാനുള്ള മനസ്സ് ഏറ്റവും വലിയൊരു മനസ്സാണ്. ഇന്നിപ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എൻ്റെ കൂട്ടുകാരൻ ലുക്മാനിക്കെന്ന് ബന്ധപ്പെട്ടു. ഉസ്താദേ, പഴയ കാലത്തൊരു വിഷയം, ഒരു ചെറുപ്പക്കാരിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു തെറ്റുകുറ്റത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ആ കൂട്ടുകാരൻ നല്ല മനസ്സിന്റെ ഉടമയായിട്ടുണ്ട്, അവൻ പറഞ്ഞുപോയ ആ പ്രവർത്തിച്ചു പോയ തെറ്റിൽ നിന്ന് മനസ്സുകൊണ്ട് മാറിയിട്ടുണ്ട് ഉസ്താദേ, തൗബ ചെയ്ത് മടങ്ങണമെന്ന വല്ലാത്തൊരു ആഗ്രഹം ആ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ കൂട്ടുകാരന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ ആഗ്രഹം മതി, അവൻ അള്ളാഹു വിജയിപ്പിക്കും. തൗബ ചെയ്യണം, ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള ഖേദം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അത്തൗബത്തു അന്നദം, ഖേദമാണ്, ഖേദിക്കലാണ്. ചെയ്തു പോയ തെറ്റിൽ നിന്ന്, കണ്ടുപോയ കാഴ്ചകളിൽ നിന്ന്, പറഞ്ഞുപോയ വാക്കുകളിൽ നിന്ന്, ചിന്തിച്ചു പോയ അരുതായ്മകളിൽ നിന്ന്, പ്രവർത്തിച്ചു പോയ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മനസ്സറിഞ്ഞ ഖേദം, അന്നദം, ഖേദമാണ്. ഖേദം വരുമ്പോഴാണ് തൗബയാകുന്നത്. ഖേദമില്ലാതെ എങ്ങനെ തൗബ ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖേദം വരണം. മനസ്സിൽ ഖേദം വന്നു കഴിഞ്ഞാൽ അത് തൗബയാണ്. എല്ലാവർക്കും തൗബയുണ്ട്, എല്ലാവർക്കും. നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരെ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അവർ ചെയ്ത എന്തെങ്കിലും നന്മയുടെ കാരണം അവർക്ക് അല്ലാഹു വലിയ ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും തൗബയുണ്ട്. റമദാനിന്റെ ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ഞാനടക്കമുള്ള എന്റെ ശരീരത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളടക്കം ഈ റമദാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മുത്തുമുഅ്മിനീങ്ങളോട് പറയാണ്, ഒരു ദിവസം പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. തൗബ ചെയ്യാതെ ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും തൗബയുണ്ട്. ചില ആളുകൾ വിചാരിക്കും, ഉസ്താദേ ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. പറയാൻ മടിയുള്ള തെറ്റാണ്. പറയാൻ മടിയുള്ളത് നിങ്ങൾ പറയരുത്. നിങ്ങളെ കൂട്ടുകാരോട് പറയാൻ പറ്റാത്ത തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുടുംബത്തോട് പറയാൻ പറ്റാത്ത തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയരുത്. അത് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ, നിങ്ങളെ വളരെ വ്യക്തമായ ഈമാനോടുകൂടി, നിഷ്കളങ്കമായ മനസ്സോടുകൂടി നിങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ തൗബയെ അല്ലാഹു സ്വീകരിക്കും. സുന്ദരമായ ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട അളാപ്പിയായ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു, ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്നല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്ന മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു വലിയ ധീരനായിരുന്നു, വലിയ ധീര മനസ്സിന്റെ ഉടമയായിരുന്നു. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ ചരിത്രം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അബൂജഹലിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ വധിച്ചു കളയുമെന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി മക്കയുടെ പർവ്വതങ്ങളെ കിടകിടാ വിറപ്പിച്ച് മക്കയാകെ പ്രകമ്പനം കൊള്ളിപ്പിച്ച ചെറുപ്പക്കാരനായ ഉമർ ഇബ്നു ഖത്താബ്, സഫാ മർവയുടെ താഴ്ഭാഗത്തിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂജഹലിന്റെ കൂടാരത്തിൽ നിന്ന് കാശ് വാങ്ങി വാളെടുത്തുകൊണ്ട് പുറത്തിറങ്ങിയ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ വധിക്കാൻ വന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മക്കയിലെ ജനങ്ങളെല്ലാം വല്ലാതെ ഭയപ്പെട്ടു പോയ സമയമാണല്ലോ. ഇവിടുന്ന് മാറി നിൽക്കണം നബിയേ, ഇവിടുന്ന് മാറി നിൽക്കണം നബിയേ, ഇവിടുന്ന് മാറി നിൽക്കണം നബിയേ. കാരണം വരുന്നത് ഖത്താബിന്റെ പൊന്നുമോൻ ഉമറാണ്. ഉക്കാദ് ചന്തയിൽ വർഷങ്ങളായി, കാലങ്ങളായി, പതിറ്റാണ്ടുകളായി മറുരാജ്യത്തിൽ നിന്ന് ഗുസ്തിമല്ലന്മാര് വന്ന് വിജയിച്ചു പോകുമ്പോൾ ആ പതിറ്റാണ്ടിന്റെ ചരിത്രം ഒരു നിമിഷങ്ങളെ കൊണ്ട് ഇല്ലാതെയാക്കിയിട്ട് മക്കയുടെ മണ്ണിന് വിജയം വാങ്ങിത്തന്ന ഖത്താബിന്റെ പൊന്നുമോൻ ഉമർ ഇബ്നു ഖത്താബ്. ആ ഉമർ ഇബ്നു ഖത്താബ് എന്ന മല്ലനായ ധീരനായ ചെറുപ്പക്കാരൻ പ്രവാചകനെ വധിക്കാൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ സ്വഹാബത്ത് വന്നിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ തങ്ങളൊന്ന് മാറി നിൽക്കണം നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, ഉമർ വരുന്നുണ്ട് നബിയേ, തങ്ങളൊന്ന് മാറി നിൽക്കണം.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫാ താഴ്വാരയുടെ ഭാഗത്തിരിക്കുമ്പോഴാണ് സ്വഹാബത്ത് വന്ന് പറഞ്ഞത്. ആ സമയത്ത് ഒരു പുലിക്കുട്ടിയെ പോലെ, ഒരു ചീറ്റപ്പുലിയെ പോലെ പ്രവാചകന്റെ മുമ്പിലേക്ക് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഈ ഹംസത്തുൽ കറാർ ഇവിടെ ഉള്ള കാലത്തോളം തങ്ങളെ ഒരു ഉമറും തൊടൂല നബിയേ. ഈ മണ്ണ് വിട്ട് തങ്ങൾ എങ്ങോട്ടും പോവണ്ട, ഇവിടുന്ന് തങ്ങൾ എങ്ങോട്ടും മാറി നിൽക്കണ്ട നബിയേ. ഈ ഹംസത്തുൽ കറാറിനെ പരാജയപ്പെടുത്താൻ മക്കയുടെ മണ്ണിൽ ഒരു ഉമറും ജനിച്ചിട്ടില്ല. ഈ ഹംസയുള്ള കാലത്തോളം എന്നെ തളർത്തിയിട്ട് എന്നെ വധിച്ചിട്ടല്ലാതെ തങ്ങളെ രോമത്തിൽ തൊടാൻ ഞാൻ സമ്മതിക്കൂല തങ്ങളെ. മക്ക ഉറപ്പിച്ചുകൊണ്ട് ഉമർ ഖത്താബ് തങ്ങൾ വാളെടുത്ത് ഓടി വരുമ്പോൾ സഫാ മർവയുടെ താഴ്ഭാഗത്ത് ഉറച്ചൊരു പർവ്വതം പോലെ പ്രവാചകന്റെ കാവലിൽ നിന്ന മഹാനായ കാവൽക്കാരനാണ് സയ്യിദനാ ഹംസത്തുൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കളത്തിൽ വെച്ച് കൊലപ്പെടുത്തിയില്ലേ? ഉഹുദിന്റെ രണാങ്കളത്തിൽ നിന്ന് ഷഹീദായില്ലേ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു? ആ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സങ്കടമാണ്. ഉഹുദിന്റെ രോമാഞ്ചമായ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കളത്തിൽ വെച്ച് ഹംസത്തുൽ കറാർ തങ്ങളുടെ പിറകിലൂടെ വന്നുകൊണ്ട് വഹ്ശി ഇബ്നു ഹർബ് വന്നുകൊണ്ട് ഹംസത്തുൽ കറാർ തങ്ങളെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയില്ലേ? വീണ് കിടക്കുന്ന ഹംസത്തുൽ കറാർ തങ്ങളെ ശരീരത്തേക്ക് വാളെടുത്തുകൊണ്ട് തുരുതിരാ വെട്ടുകയാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം വെട്ടുകളാണ് വെട്ടിയതെന്നറിയോ? ഹംസത്തുൽ കറാർ തങ്ങളെ ശരീരത്തിന് എത്രയോ വെട്ടുകൾ കൊടുത്തുകൊണ്ട് അവസാനം ഷഹീദായി കിടക്കുന്ന ഹംസത്തുൽ കറാർ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹൃദയത്തെ കരളിനെ പറിച്ചെടുക്കുകയാണ്. ആ കരളിനെ പറിച്ചെടുത്തുകൊണ്ട് തന്റെ വായ്ക്കകത്ത് വെച്ചുകൊണ്ട് ചവച്ച് കടിച്ച് ചവച്ച് അതിനെ തുപ്പിക്കളഞ്ഞ ആ വഹ്ശിയെ നമ്മൾ മറന്നു പോകരുത്. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിയെടുത്തു അതിൽ വെള്ളം കുടിച്ച് അമ്മാനമാടിയുന്ന ശത്രുക്കളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം വന്നത് അത് മഹാനായ ഹംസത്തുൽ കറാർ തങ്ങളുടെ ആ വഫാത്താണ്. കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത ഉഹുദിന്റെ ചരിത്രങ്ങളാം നമ്മെ കണ്ണീരിലാഴ്ത്തിയില്ലേ? കഥനങ്ങൾ തീരാത്ത കണ്ണുനീർ തോരാത്ത ഉഹുദിന്റെ ചരിത്രങ്ങളാം നമ്മെ കണ്ണീരിലാഴ്ത്തിയില്ലേ? മുത്തു റസൂലിന്റെ പ്രതിവരാം തങ്ങൾ ഹംസത്തുൽ കറാർ തങ്ങൾ എന്നും ധീരതയാ കാട്ടിയവർ. ഉഹുദിന്റെ ചരിത്രം നമ്മളിലേക്ക് ഓടി വരുമ്പോ ഹംസത്തുൽ കറാർ റളിയല്ലാഹുവിന്റെ ചരിത്രമാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞ വഹ്ശി ഇബ്നു ഹർബ്, ആ വഹ്ശിയുടെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞിട്ട് എന്തിന് തൗബ ചെയ്യാൻ? ആരുടെ സമീപത്തേക്ക്? ഹംസത്തുൽ കറാർ തങ്ങളെ പ്രവാചകനക്ക് കാവൽക്കാരനായി നിന്ന ഇസ്ലാമിന്റെ പുലിക്കുട്ടി അസദുല്ലാഹ്, അള്ളാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട ഹംസത്തുൽ കറാർ തങ്ങളെ വധിച്ച ഘാതകന്റെ സമീപത്തേക്ക് തൗബ ചെയ്യാൻ പറഞ്ഞു വിടുക. സ്വഹാബത്ത് എന്നിട്ട് വഹ്ശിയോട് പറഞ്ഞു, വഹ്ശി നീ തൗബ ചെയ്ത് മടങ്ങണം, നീ തൗബ ചെയ്ത് മടങ്ങണം വഹ്ശി. അല്ലാഹുവേ, വഹ്ശി എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എങ്ങനെ തൗബ ചെയ്യാനാണ്? എന്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നവരെ എന്റെ ജീവിതത്തിൽ നിന്നും മായാതെ മറയാതെ കിടക്കുന്ന ഒരേ ഒരു തെറ്റ്, അത് മഹാനായ ഹംസത്തുൽ കറാർ തങ്ങൾ വധിച്ചു കളഞ്ഞ രംഗമാണ്. ഓർക്കുമ്പോ പേടിയാണ്, ഓർക്കുമ്പോ മനസ്സിനകത്ത് സങ്കടം വരുന്നുണ്ട്.
ഈ ഹൃദയം പലപ്പോഴും വെങ്ങിപ്പെട്ടാറുണ്ട്. മുത്തതങ്ങളുടെ പ്രവാചകന്റെ ആ പ്രിയപ്പെട്ട ഹംസത്തുൽ കർറാർ തങ്ങൾ ഉഹുദിന്റെ രണാകുളത്തിൽ വെച്ച് ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കിയിട്ട് അവിടത്തെ നെഞ്ചി പിളർന്നിട്ട് കരള് പുറത്തെടുത്ത് വായിൽ വെച്ചുകൊണ്ട് ചവച്ച് പുറത്തേക്ക് തുപ്പിയവനാണ് വഹ്ശി. എനിക്ക് തൗബയുണ്ടോ? ഞാൻ എങ്ങനെ ഇസ്ലാമിലേക്ക് വരാനാണ്? നിങ്ങളുടെ മതത്തിന്റെ നിയമം അനുസരിച്ച് ഞാൻ വലിയ കൊലപാതകയല്ലേ? ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവനല്ലേ? ഒരു പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനെ കൊന്നുപോയവനല്ലേ? അല്ലാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പല്ല മോനെ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറക്കുകയാണ്. പറന്നു വരുന്ന ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാണ്, നബിയെ പറഞ്ഞു കൊടുക്കൂ നബിയെ, അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ് നബിയെ. പക്ഷേ ചില ആളുകൾക്കല്ല പുറത്തു കൊടുക്കൂല. ഇല്ല മൻ താബ വ ആമന വ അമില സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതഹും ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു കൊടുക്കാണ്, നബിയേ, എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്ക് തൗബയുണ്ട് നബിയേ. ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ നബിയേ. ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവരാരാ? ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഇഞ്ചിഞ്ചായി വധിച്ചു കളഞ്ഞ വഹ്ശി ഇബ്നു ഹർബിന്റെ മുമ്പിലേക്ക് പ്രവാചകൻ തൗബയുടെ കവാടങ്ങളെ തുറന്നു കൊടുക്കുകയാണ്. മടങ്ങണം മോനെ, മടങ്ങണം വഹ്ശി. ചെയ്തു പോയ പർവ്വത സമാനമായ പാപഭാരങ്ങളെ ഈ ഭൂമിക്ക് പോലും താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള പാപഭാരങ്ങൾ ചെയ്തിട്ട് ആ പാപത്തോടുകൂടി മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ അകത്ത് പിന്നെ കാത്തിരിക്കുകയാണ്. ഖബറിന്റെ അകത്ത് തീജ്വാലകൾ, സവാനിയത്തിന്റെ മാലാഖമാർ നരകത്തിന്റെ തീയിന്റെ കണ്ണുകളുമായി ഖബറിൽ നിന്നെ കാത്തിരിക്കും മോനെ. അതുകൊണ്ട് മടങ്ങണം മോനെ. തൂബൂ ഇലല്ലാഹ്. കരുണക്കടലായ പടച്ച റബ്ബില്ലേ, എത്ര തെറ്റ് ചെയ്താലും നമുക്ക് ഭക്ഷണം മുടക്കാത്ത, എത്ര പാപങ്ങൾ ചെയ്താലും വായു മുടക്കാത്ത, എത്ര കണ്ണുകൊണ്ട് ഹറാം കണ്ടാലും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താത്ത, എത്ര ഹറാം ചെയ്താലും അവയവങ്ങളുടെ ശക്തി എടുത്തു കളയാത്ത, എത്ര തെറ്റ് ചെയ്താലും പിന്നെയും 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 എനിക്കും നിങ്ങൾക്കും റഹ്മത്തുകൾ മാത്രം ചൊരിഞ്ഞു തരുന്ന ആ യജമാനനായ റബ്ബ് നമുക്ക് പുറത്തു തരുന്നതാണ് വഹ്ശിയേ. വഹ്ശി ഇബ്നു ഹർബിന്റെ മനസ്സൊന്ന് വിളക്കുകയാണ്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് എനിക്ക് തൗബയുണ്ടോ? ഉടനെ തന്നെ പ്രവാചകന്റെ സമീപത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ആ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറയാണ്, നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? തൗബയുണ്ടോ നബിയേ? തൗബയുണ്ടോ നബിയേ? തൗബയുണ്ട് മോനെ, നിനക്ക് തൗബയുണ്ട് മോനെ. എത്ര വലിയ തെറ്റ് ചെയ്തവരും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക. മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ഓരോ നിന്നി നീ പറയേണ്ടതാ. വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിനായമോട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിനെ തോന്നണം. പടിവാതിലൊഴിയാതെ വിടനും കരയണം. ഇസ്തിഗ്ഫാർ ചൊല്ലുക, മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം നമ്മള്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വഹ്ശി ഇബ്നു ഹർബിനോട് അല്ലാഹുവിന്റെ ഹബീബ് തൗബ ചെയ്യാൻ പറഞ്ഞെങ്കില് എല്ലാവർക്കും തൗബയുണ്ട് ചെറുപ്പക്കാരാ, എല്ലാവർക്കും തൗബയുണ്ട് മോളെ. നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾ ആര് ചീത്ത പറഞ്ഞാലും നിങ്ങൾ സങ്കടപ്പെടണ്ട.
നിങ്ങളെക്കുറിച്ച് ആരെന്ത് മോശമായി പറഞ്ഞാലും നിങ്ങൾ സങ്കടപ്പെടണ്ട. യജമാനനായ റബ്ബിലേക്ക് നിങ്ങൾ ഇഖ്ലാസോടെ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ കരങ്ങൾ അല്ലാഹു തട്ടിമാറ്റൂല. ആ കരങ്ങൾ അല്ലാഹു തട്ടിമാറ്റൂല. അങ്ങനെ നിഷ്കളങ്കമായ തൗബ ചെയ്യുന്നവനാരാ? ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചത്, മദ്യപിച്ചു പോയത്, ആൻസ് ഉപയോഗിച്ചത്, അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാരാണ്? അവരെ അള്ളാഹുലേക്ക് മനസ്സറിഞ്ഞിട്ട് ഇത് തൗബ ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറിച്ചിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? അങ്ങനെ ഒരാൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്തു. മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അവനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? മനസ്സറിഞ്ഞ് തൗബ ചെയ്തവര്, നമ്മളില്ലേ എത്ര വലിയ തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്ത നന്മകളൊന്നും ആളുകൾ കാണില്ല. ചെയ്ത നന്മകളൊന്നും ആളുകൾക്ക് കാണേ വേണ്ട. ഒരു ന്യൂനത, അത് ചെയ്തോ ഇല്ലേന്നല്ല, ഒരു ക്ലൂ കിട്ടിയാൽ, ഒരു സൂചന കിട്ടിയാൽ മതി, മാഷാ അല്ലാഹ്, പിന്നെ അത് ആകാശവാണിയായി, പിന്നെ അത് ആളുകൾ ഏറ്റെടുത്തോളും. എന്തെല്ലാം പ്രചരണങ്ങള്, എന്തെല്ലാം പ്രചരണങ്ങള്. അള്ളാഹുവേ ഈ ഉമ്മത്തിന് നീ സലാമത്ത് നൽകണേ റഹ്മാൻ. എല്ലാവരും കണക്കാണതിൽ, എല്ലാ ആളുകളും. സത്യമാണോ അല്ലേ ഒന്നും അറിയണ്ട, പ്രചരിപ്പിക്കന്നെ, നന്നാക്കി പ്രചരിപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം വലിയ തെറ്റാണ് ഇത്, എത്രമാത്രം വലിയ. നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളെ അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മറ്റുള്ളവർ ചെയ്തു പോയ തെറ്റിനെ, ആ തെറ്റിനെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതെ അവരെ എന്നും ഒരു കുറ്റവാളിയാക്കി മാറ്റിയാൽ പിന്നെ അവൻ കുറ്റവാളിയായി മാറൂലേ? വഹ്ശി ഇബ്നു ഹർബ്, ഹംസത്തുൽ കറാർ തങ്ങളെ വധിച്ചു കളഞ്ഞ വഹ്ശിയുടെ മുമ്പിലേക്ക് തൗബയുടെ കവാടങ്ങൾ കാരുണ്യത്തോട് വിരിച്ചു കൊടുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരല്ലേ നമുക്ക് മാതൃക, പ്രിയപ്പെട്ടവരെ. പിന്നെ എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, കുറ്റം പറയുന്നത്, ഗീബത്തും നമീമത്തും പറഞ്ഞ് നമ്മുടെ അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പോകണോ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ ഗൗരവത്തിൽ ഈ വിഷയം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ഏത് കാര്യങ്ങളും അറിയുന്നത്, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, സംഘടനയുടെ പേരിലാണെങ്കിലും, മതത്തിന്റെ പേരിലാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടും നാളെ റബ്ബിന്റെ ലോകത്ത്. മറന്നു പോകണ്ട, മറന്നു പോകരുത്. നമ്മൾ അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ. വ്യക്തിഹത്യ ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഒരു വ്യക്തിയെ അവന്റെ ന്യൂനതകൾ വിളിച്ചു പറയാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹു നമുക്ക് തന്നെ അവകാശം തന്നിട്ടില്ല. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഒരാളുടെ ന്യൂനത പുറത്ത് വിളിച്ചു പറയാൻ അള്ളാഹു നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല, ആർക്കും തന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും നടന്നു പോയപ്പോ ഒരു സ്വഹാബി യാചന നടത്തുകയാണ്, പിരിവ് നടത്തുക. അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞ്, മോന് വല്ല പണി നോക്കിക്കൂടെ, നല്ല ആരോഗ്യമില്ല ആളല്ലേ. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു, ഡോണ്ടു അങ്ങനെ പറഞ്ഞു പോകരുത്, അങ്ങനെ പറയരുത്, തെറ്റാണ്, പാപമാണത്. നിങ്ങൾ അവരോട് മാപ്പ് ചോദിക്കണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഇരിക്കുന്നു നമ്മൾ? ഞാൻ ചോദിക്കാണ്, പരിശുദ്ധ റമളാനും ഇല്ലെന്ന് കഴിഞ്ഞു, മനസ്സിൽ എന്ത് മാറ്റം നമുക്ക് വന്നു? കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ നല്ലവരാണ്. നല്ലവരായത് കൊണ്ടാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ റമളാനിലാമിനെ കാത്തിരിക്കുന്നവരെ. സാദാതീങ്ങളുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും എത്രയോ ചാനലിലൂടെ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചാനലിൽ നടക്കുന്ന പ്രോഗ്രാമിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, റമളാൻ നിലാവിന്റെ മനോഹരമായ പ്രഭാഷണം, ഇൽമിന്റെ പേര് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞങ്ങൾക്ക് റമളാൻ നിലാവ് മുടങ്ങിയപ്പോ എന്തോ ഒരു വലിയ വിഷമമായിരുന്നു എന്നറിയോ? ഞങ്ങളെ പ്രിയപ്പെട്ട അഡ്മിൻസിന് അത് വല്ലാത്ത വിഷമമായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ പിന്നെ ചില തടസ്സങ്ങളല്ലേ നേരിടേണ്ടി വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ആ പ്രഭാഷണ സദസ്സുകളൊക്കെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. ആരെയും എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കരുത്. അയൽവാസിയെ തീരെ വേദനിപ്പിക്കരുത്, ഉമ്മയെ വേദനിപ്പിക്കരുത്, വാപ്പയെ വേദനിപ്പിക്കരുത്. ആ ഉമ്മ എന്ന തണൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ ജീവിതം ഒറ്റപ്പെടും. ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടാൻ
തുടങ്ങുന്നത്. നിങ്ങളിപ്പോൾ ഉമ്മയുടെ തണലിലാണ്. നിങ്ങളെ ഭാര്യയുണ്ടാവും, മക്കളുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, ശരിയാണ്. എന്നാലും നിങ്ങളെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് വല്ലാത്ത സമാധാനമാണ്. ഉമ്മ എന്ന തണൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒറ്റപ്പെടൽ തുടങ്ങുകയാണ് ചെറുപ്പക്കാരാ. വാപ്പ എന്നുള്ള തണൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിതം ഒരുക്കിത്തീരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ നമ്മിൽ നിന്ന് വിട പറയുമ്പോഴാണ് ആ വാപ്പയുടെ സ്ഥാനം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു നമ്മുടെ ഉമ്മാന്റെ വാപ്പാരെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു നോട്ടം കൊണ്ട് വേദനിപ്പിക്കല്ലേ, ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിക്കല്ലേ, ഒരു പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കല്ലേ. മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഗീബത്ത് പറഞ്ഞ് നമീമത്ത് പറഞ്ഞ് പരിശുദ്ധ റമദാനിന്റെ 30 നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമുണ്ടാകൂല. റമദാനം ഇല്ലെന്ന് വിട പറയുകയാണ്. മാറ്റം വേണ്ടേ കൂട്ടുകാരാ? പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ആഗ്രഹിച്ചെടുത്ത, നമ്മൾ കടഞ്ഞെടുത്ത് ഹൃദയത്തെ തെറ്റുകളിൽ നിന്ന് പിടിച്ചു വെച്ച് വിചാര ചിന്തകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു മുറുക്കി ഈ വാരിയലുകളെ കൊണ്ട് കോർക്കിടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ അകത്ത് അള്ളാഹുവിലുള്ള ദിക്റുകളും സ്മരണകളും മാത്രം കൊണ്ടുവന്ന് ലോക്ക്ഡൌൺ ആണെങ്കിലും വീട്ടിന്റെ അകത്തിരുന്ന് കൊണ്ട് ഒരു തെറ്റിലേക്കും പോവാതെ റമദാൻ എന്ന പളുങ്ക് മാസത്തെ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടന്ന പെങ്ങളെ, ഈ റമദാൻ നമുക്ക് ഉപയോഗപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനസ്സിന്റെ ഉടമകളാവണം നമ്മൾ ചോദിക്കും, നമ്മളെ കുറ്റം പറയുന്നില്ലേ ഉസ്താദേ, നമ്മളങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാണോ? പറയുന്നവരെ പറയട്ടെ മോനെ, പറയുന്നവരെ പറയട്ടെ മോളെ. പരലോകത്തെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയണ്ട. ഖബറിന്റെ ഭയാനകമായ അദാബ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയണ്ട. അല്ലാഹുവിന്റെ പരലോകത്തെ വിചാരണയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പറയുന്നവരോടൊന്നും നിങ്ങൾ തിരിച്ചു പറയാൻ പോവണ്ട. പറയുന്നവർ അവരുടെ ആഗ്രഹം തീരുന്നത് വരെ പറഞ്ഞു നടക്കട്ടെ. നമ്മുടെ മനസ്സ് നിങ്ങൾ അല്ലാഹുവിലേക്ക് തിരിക്കുക. എല്ലാം പടച്ച റബ്ബിൽ നമ്മൾ തവക്കുലാക്കുക. യജമാനനായ റബ്ബിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരാളെയും വേദനിപ്പിക്കാതെ നമ്മുടെ പൊന്നാരി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ലേ? ആ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നില്ലേ? ഒരു പുൽക്കൊടിയെ പോലും വേദനിപ്പിക്കാത്ത പ്രവാചകൻ തന്റെ ശരീരത്തിന്റെ കൈവെള്ളയിലേക്ക് വെള്ളത്തിൽ നിന്ന് മാറി നിന്ന തേളിനെ, വെള്ളത്തിൽ മുങ്ങുന്ന തേളിനെ രക്ഷപ്പെടുത്തിയപ്പോ തേള് പ്രവാചകന്റെ കയ്യിനെ കുത്തിയപ്പോ ആ കുത്തിന്റെ പോലും പകരം വീട്ടാതെ ആ തേളിനെ വീണ്ടും രക്ഷപ്പെടുത്താമോ നബിയെ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെറിഞ്ഞിരുന്ന അബൂജഹലെ, ചീത്ത വിളിച്ചിരുന്ന അബൂജഹലെ, മണ്ണ് വാരി എറിഞ്ഞ അബൂജഹലെ, ഒട്ടകത്തിന്റെ മാലിന്യ കൂമ്പാരങ്ങൾ വന്ന് പ്രവാചകന്റെ ശിരസിലെറിഞ്ഞ അബൂജഹലെ, മുത്തുനബിയെയും സ്വഹാബത്തിനെയും നിരന്തരം ആക്രമിച്ചിരുന്ന ഈ കാലഘട്ടത്തിന്റെ ഫറോവ എന്ന പേരറിയപ്പെടുന്ന അബൂജഹലെ, ബദറിന്റെ രണാങ്കണത്തിൽ പ്രവാചകന്റെ സ്വഹാബത്തിനെതിരെ ഘോരമായി വെല്ലുവിളിച്ചുകൊണ്ട് ബദറിന്റെ രണാങ്കളത്തിൽ ഇറങ്ങിയ അബൂജഹലെ, അല്ലാഹുവേ, ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ ആ പ്രവാചകനോടുള്ള വൈരാഗ്യം മടങ്ങാത്ത കാരണം കൊണ്ട് അബൂജഹല് വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൈവെള്ളയിലുള്ള ഭക്ഷണപാത്രം തട്ടിത്തെറിപ്പിച്ച ചരിത്രം ബദർ പറഞ്ഞപ്പോ നമ്മളെ പറഞ്ഞതല്ലേ? അത്രയും പ്രവാചകനോട് ക്രൂരത കാട്ടിയിരുന്ന അബൂജഹല് പനി പിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ ആ അബൂജഹലിനെ കാണാൻ പോയ കരുണക്കടലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ മൊഴികളാണ് നമുക്ക് മാധുര്യം. എത്ര കാരുണ്യമാണ് മൊഴികളെല്ലാം മധുരമാണ്, മതിവരാ ചിരിയഴകുമാണ്, കലിമ ചൊല്ലിയാദരവെല്ലാം കരളിലെഴുതിയൊരു സുമാണ്. ആ പ്രവാചകന്റെ ഓരോ മൊഴികളും നമ്മുടെ ഹൃദയത്തിൽ കരളിൽ എഴുതാൻ പറ്റുന്ന, ഹൃദയത്തിൽ കൂർത്തിണക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വാക്കുകളാണ്. ആരെയും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മാതൃകയാവട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നല്ല മനസ്സിന്റെ ഉടമകളായി മാറണം. പറഞ്ഞു വരുന്നത്, എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. എത്ര വലിയ പാപക്കറകൾ ചെയ്താലും അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുന്നതാണ്. നിങ്ങൾ അങ്ങനെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ
തൗബ ചെയ്തവരെ പറ്റി പ്രവാചകൻ പറയാണ്, പിന്നെ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്, പിന്നെ നിങ്ങൾ അവരെ ചീത്ത പറയരുത്, പിന്നെ നിങ്ങൾ അവരെ മോശമായി കാണരുത്. കാരണം എന്താണ്? അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു വൽ മുസ്തഗ്ഫിറു മിനദ്ദംബി വഹുവ മുഖീമുൻ കൽ മുസ്തഹ്സിഇ ബിറബ്ബിഹി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ്. പാപക്കറകളിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തൗബ ചെയ്തവനാരാ? ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്തവനാരാണ്? അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ധിക്കരിച്ച പെണ്ണെ, അല്ലാഹുവിനെ ധിക്കരിച്ച ചെറുപ്പക്കാരാ, മനസ്സറിഞ്ഞ് നിങ്ങൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ കമല്ലാ ദംബ ലഹു, നിങ്ങൾ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. നിങ്ങളുടെ ആ പാപത്തെ, ആ പാപക്കറയെ അല്ലാഹു മായ്ച്ചു കളയണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശേഷം പറയുകയാണ്, വൽ മുസ്തഗ്ഫിറു മിനദ്ദംബി വഹുവ മുഖീമുൻ കൽ മുസ്തഹ്സി ബിറബ്ബിഹി. തൗബ ചെയ്തിട്ടും അവനെ നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പരിഹസിക്കുന്നത് അല്ലാഹുവിനെയാണ്. നിങ്ങൾ അല്ലാഹുവിനെയാണ് പരിഹസിക്കുന്നത്. അതുകൊണ്ട് പരിഹസിക്കാൻ പാടില്ല. എല്ലാവരുടെ മുമ്പിലും അല്ലാഹു തൗബയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജഅൽനാ മിനത് തവാബീൻ വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്സാലിഹീൻ. തൗബ ചെയ്യണം മോനെ, തൗബ ചെയ്യണം മോളെ, തൗബ ചെയ്യുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമല്ല എന്ന് പ്രവാചകൻ എങ്ങനെ ദുആ ചെയ്തിരുന്നു. നിരന്തരം നമ്മൾ റബ്ബിനോട് പറയുക, റമദാൻ തീരാറായി ചെറുപ്പക്കാരാ, ഈ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ കൂട്ടുകാർ മരണപ്പെട്ട വാർത്തകൾ നിങ്ങൾ അറിഞ്ഞില്ലേ? കോവിഡ്-19 പിടിപെട്ടുകൊണ്ട് എത്ര കൂട്ടുകാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ചെറുപ്പക്കാരാ, നമുക്ക് പാഠമല്ല മോനെ, നമുക്ക് പാഠമല്ല മോനെ. അവരെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളില്ലായിരുന്നു. ഈ പരിശുദ്ധമായ പെരുന്നാളിന് കുടുംബത്തിന്റെ കൂടെ കഴിയണമെന്ന ആഗ്രഹം നമ്മെ പോലെ അവർക്കും ഇല്ലായിരുന്നു. ഈ പരിശുദ്ധമായ പെരുന്നാളിൽ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നല്ല റാഹത്തോടെ സുഖജീവിതം നയിക്കണമെന്ന് നമ്മളെ പോലെ അവരും ആഗ്രഹിച്ചതല്ലേ? പക്ഷേ ആഗ്രഹങ്ങളെല്ലാം വിധി എന്ന മരണത്തിന്റെ മുന്നിൽ അടക്കം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അവർ മറന്നുപോയില്ലേ? നമ്മൾ അടുത്ത റമദാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റുമോ? ഒരു രോഗമില്ലാത്ത എന്റെ പാവപ്പെട്ട ഉമ്മ, പ്രത്യേകിച്ചൊരു രോഗമില്ലാത്ത എന്റെ പാവപ്പെട്ട ഉമ്മ, ഞങ്ങളിൽ നിന്ന് ആ ഉമ്മ എന്ന തണൽ മറഞ്ഞിട്ട് 2 വർഷമായി. അല്ലാഹുവേ, ഇപ്പോഴും അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഉമ്മയില്ല എന്നുള്ള ചിന്ത മനസ്സിന്റെ അകത്ത് ഇപ്പോഴും കൊണ്ടുവരാൻ കഴിയുന്നില്ല. കഴിയൂല ചെറുപ്പക്കാരാ, അത് കഴിയൂല പെങ്ങളെ. കാരണം അത് അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അവരെ നമ്മൾ അറിയുന്നത്. നമ്മുടെ ഉമ്മ നമ്മിൽ നിന്ന് വിട പറഞ്ഞില്ലേ? ഉമ്മായുടെ കൂടെയുള്ള റമദാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. വാപ്പച്ചിയുടെ കൂടെയുള്ള റമദാനെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. നിങ്ങളെ ഭാര്യയുടെ കൂടെയുള്ള, നിങ്ങളെ ഭർത്താവിന്റെ കൂടെയുള്ള റമദാനെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. മരണപ്പെട്ടു പോയി ഖബറിന്റെ അകത്ത് കിടക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിനോട് പറയുമായിരുന്നു, അല്ലാ, ഒരു റമദാൻ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അല്ലാ, ഒരു റമദാൻ കൂടി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അല്ലാ. അത്രയും വലിയ ബറക്കത്തുള്ള, പവറുള്ള, ശ്രേഷ്ഠതയുള്ള, പുണ്യമുള്ള മാസമാണ് റമദാൻ. ആ റമദാൻ ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഇനി റമദാൻ തിരിച്ചു വരും ചെറുപ്പക്കാരാ, ഇനി റമദാൻ തിരിച്ചു വരും പെങ്ങളെ, റമദാൻ തിരിച്ചു വരും കൂട്ടുകാരാ. റമദാനിനെ സ്വീകരിക്കാൻ നമ്മളുണ്ടോ എന്ന്
പറയാൻ പറ്റൂല കൂട്ടുകാരാ. ഈ റമദാൻ നിലാവിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മുത്തുമുഅ്മിനീങ്ങളോട് പറയാ, 2020 റമദാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട പറഞ്ഞാൽ അടുത്ത വർഷവും ഇൻഷാ അല്ലാഹ് റമദാൻ നമ്മെ തേടി വരും. പക്ഷേ റമദാനിനെ സ്വീകരിക്കാൻ നമ്മളുണ്ടോ എന്ന് പറയാൻ പറ്റൂല. റമദാനിന്റെ ഒന്നാമത്തെ 10 വരുമ്പോ റഹ്മത്തിന്റെ മാലാഖ ഇറങ്ങി വരുമ്പോ റഹ്മത്തിന്റെ മഴയുമായി റഹ്മത്തിന്റെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയുമ്പോ ആ അനുഗ്രഹത്തിന്റെ മാസത്തിൽ ജീവിക്കാൻ നമ്മളുണ്ടോ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് മടങ്ങണം മോനെ, സമയമായി മോനെ, സമയമായി മോനെ. മനസ്സ് നന്നാക്കിയിട്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ സമയമായി ചെറുപ്പക്കാരാ. പിണക്കങ്ങളെല്ലാം മാറ്റിവെക്കുക, വൈരാഗ്യങ്ങളെല്ലാം മാറ്റിവെക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കും മോനെ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കുക ചെറുപ്പക്കാരാ. മനസ്സ് നന്നാക്കിയെടുത്ത് യജമാനനായ റബ്ബ് എന്ന ബഹിരാകാശത്തേക്ക് ഇഖ്ലാസോടെ ഈമാനോടെ വെളിച്ചത്തോടെ ഹിദായത്തോടെ സലാമത്തോടെ മനസ്സ് കൊടുക്കും മോനെ. അല്ലാഹുവേ, ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സ് നീ നന്നാക്കണേ റബ്ബേ. ആരോടും പക നൽകല്ല റബ്ബേ, ആരോട് കിബ്ർ നൽകല്ല റബ്ബേ, ആരോട് വൈരാഗ്യം നൽകല്ല റബ്ബേ. ഒരു വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത, കിബ്റില്ലാത്ത, ഒരു പക കൊണ്ട് നടക്കാത്ത, ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിന്റെ മനസ്സിന്റെ ഉടമകളാവട്ടെ നമ്മള്. അതിനാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ ചെയ്ത തെറ്റ് കാരണം കൊണ്ട് നാട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, നിങ്ങളെ കുടുംബങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, നിങ്ങളെ കൂട്ടുകാർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളെ കുറ്റപ്പെടുത്താത്ത, നിങ്ങളെ ഒറ്റപ്പെടുത്താത്ത യജമാനനായ കാരുണ്യവാനായ റബ്ബുണ്ടെന്ന് മറന്നു പോവണ്ട. അതുകൊണ്ട് ചൊല്ലണം അസ്തഗ്ഫിറുല്ലാഹ്, പറയണം അസ്തഗ്ഫിറുല്ലാഹ്, മൊഴിയണം അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാറിലൂടെ അല്ലാഹുവിലേക്ക് നമ്മൾ നടക്കുക. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവൻ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ളവനാണ്. തൗബ ചെയ്ത് മടങ്ങുന്നവൻ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവന്റെ ശബ്ദം അത് കേൾക്കാൻ അല്ലാഹുവിന് വലിയ ആനന്ദമാണ്, അത് അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെന്ന് പറയാണ് തങ്ങളെ. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്രം കാണാം. പ്രവാചകന്റെ മുമ്പിലേക്ക് ഒരു വ്യഭിചാരിയായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. ആ വ്യഭിചാരിക്ക് ശിക്ഷ നടപ്പിലാക്കി അവനെ എറിഞ്ഞു കൊന്നു. അതിന് ശേഷം അവൻ മരണപ്പെട്ടതിന് ശേഷം ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഒരാളെ കുറ്റം പറയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട മോനെ, അങ്ങനെ പറയാൻ പാടില്ല മോനെ, അങ്ങനെ പറയാൻ പാടില്ല മോനെ. മരണപ്പെട്ടു പോയ ഒരാളുടെ തെറ്റുകുറ്റങ്ങളും നിങ്ങളെ വിളിച്ചു പറയരുതേ. മരണപ്പെട്ടു പോയ മയ്യത്ത്, ആ ജനാസ ആരുടെ ജനാസയാണെങ്കിലും നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ്. അത് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ആദരിക്കണമെന്നാണ്. ഒരു യഹൂദിയായ മനുഷ്യന്റെ ജനാസയെ കൊണ്ടുപോയ സമയത്ത് വരെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു എന്ന് ചരിത്രം പറയുകയാണ്. ആ പ്രവാചകൻ നമുക്ക് എവിടെയാണ് മാതൃക കാണിക്കാത്തത് കൂട്ടുകാരാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉടനെ തന്നെ പറയുകയാണ്, നിങ്ങൾ ആ ചെറുപ്പക്കാരന് കുറ്റം പറയാൻ പാടില്ല. അവൻ ജീവിതത്തിൽ വ്യഭിചരിച്ചു എന്ന് ശരിയാണ്, പക്ഷേ അവൻ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട് മോനെ. പിന്നെ നിങ്ങൾ അവനെ കുറ്റം പറയാൻ പാടുണ്ടോ? പിന്നെ നിങ്ങൾ അവനെ ചീത്ത പറയാൻ പാടുണ്ടോ? ഇന്ന് ലുക്മാൻ എന്ന കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു ചെറുപ്പക്കാരന്റെ കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. ആ ചെറുപ്പക്കാരൻ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളല്ലേ ആർക്കും സംഭവിക്കാം, ആർക്കും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു തെറ്റിനെ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അത് സങ്കടകരമാണ് മോനെ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തിട്ടുണ്ട്. അവന് നന്നാവണമെന്ന ചിന്ത അല്ലാഹു നൽകിയിട്ടുണ്ട്. അവനെ തൗബ ചെയ്യണമെന്ന ചിന്ത അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ചിന്ത മനസ്സിന്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു
രക്ഷപ്പെട്ടവനാണ്. നന്നാവണമെന്ന ചിന്ത ഹൃദയത്തിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ആ ചെയ്തു പോയ തെറ്റിൽ ഖേദം വന്നു കഴിഞ്ഞാൽ അതിനാണ് തൗബ എന്ന് പറയുന്നത്. അത്തൗബത്തു അന്നദം, ഖേദമാണ് ഖേദമാണ് ഖേദമാണ്. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അകത്ത് ആത്മാർത്ഥമായ ഖേദമാണ്. ആ ഖേദം പ്രകടിപ്പിച്ചവരെ പിന്നെ നമ്മൾ കുറ്റം പറയരുത്. കാരണം അവര് അല്ലാഹുവിന്റെ അടുക്കൽ സ്വാലിഹീങ്ങളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് തൗബ എന്നുള്ളത്. തൗബക്ക് ആദ്യം വേണ്ടത് അന്നതം, അത് ഖേദമാണ്. മനസ്സറിഞ്ഞ ഖേദം. രണ്ടാമത്തത് വേണ്ടത് എന്താ? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അത് ചർച്ച ചെയ്യും. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഈ കൈവെള്ള ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, മക്കളെ ഈ കൈയിലേക്ക് നോക്കൂ, ഈ വെള്ളയിലേക്ക് നോക്കൂ, ഇതാണ് നിങ്ങളെ ഹൃദയം. ഈ ഹൃദയത്തിലേക്ക് നിങ്ങളെ ഒരു തെറ്റ് ചെയ്താൽ, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ ആ ഹൃദയത്തെ ഒരു ഭാഗം വന്നിട്ട് ഇങ്ങനെ മുറുക്കി കളയും. വീണ്ടും നിങ്ങൾ തൗബ ചെയ്യാതെ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഹൃദയത്തെ മുറുക്കി കളയും. വീണ്ടും നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹൃദയത്തെ വീണ്ടും മുറുക്കിക്കളയും. വീണ്ടും നിങ്ങൾ തൗബ ചെയ്യാതെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആ ഹൃദയത്തെ മുറുക്കിക്കളയും. പിന്നെയും നിങ്ങൾ ആ തെറ്റ് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം പാടയങ്ങ് മുറുകെ പോകുമെന്ന മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഹൃദയം മൂടിപ്പോയാൽ അവരെ കുറിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്, ഹൃദയം മൂടിയവരുടെ ആളുകളുടെ മനസ്സിലേക്ക് ഈമാനിന്റെ പ്രകാശം അല്ലാഹു ഇറക്കൂല. ഹൃദയം മൂടിയവരാരാണ്? ഹൃദയത്തിന്റെ മറ വന്നവരാരാണ്? ഹൃദയത്തിന്റെ മുകളിൽ മൂടികൾ വന്നവരാരാണ്? അവരെ മനസ്സിലേക്ക് പ്രകാശം ഇറങ്ങി വരൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു നല്ല മനസ്സിന്റെ ഉടമയാകാം. അപ്പൊ തൗബ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ന് നമ്മൾ പറഞ്ഞു, അന്നദം, ഖേദമാണ്. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ ഖേദം വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഖേദമൊന്നും വരാതെ അസ്തഗ്ഫിറുല്ലാഹ് നമ്മളിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഏറ്റു ചൊല്ലുകയാണെങ്കിൽ നടക്കില്ല. ഖേദം വന്നുകൊണ്ട് ഏറ്റു ചൊല്ലണം. അതുകൊണ്ടാണ് തൗബ തുടങ്ങുമ്പോൾ നമ്മൾ അടിമന്മാരെ നമ്മൾ പറയാറില്ലേ, എല്ലാവരും തലമറച്ച് അദബിലിരിക്കണം എന്ന്. കാരണം തൗബയാണ് തുടങ്ങുന്നത്, അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങാണ്. ഈ ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ മജ്‌ലിസുകളിൽ 2600-ലേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരാളുടെ തൗബ, ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് 10:00-ക്ക് ശേഷം നമുക്ക് തൗബയുണ്ടാവും. നിങ്ങളൊക്കെ പങ്കെടുക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെയും നമ്മൾ മറന്നിട്ടില്ല. ഇന്നലത്തെ സദസ്സിൽ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ സമയത്തിന്റെ കുറവായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒറ്റയിട്ട രാവിൽ നമ്മളതൊക്കെ ദുആ ചെയ്യും. ധാരാളം ആളുകൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ലിസ്റ്റുകളും ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൻഷാ അല്ലാഹ് രാത്രി നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് തൗബ ചെയ്തിട്ട് നമുക്ക് ദുആ ചെയ്ത് മടങ്ങണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാബുകൾ തുറന്നരാവേ ജന്നത്തുൽ ഫിർദൗസുകൾ ഒരുങ്ങും രാവേ ഹൂറിനീളം സന്തോഷിക്കുന്ന രാവേ സ്വർഗത്തിൽ അലങ്കാരം തീർത്തിടും രാവേ റമളാനിൽ സുകൃതങ്ങൾ ചെയ്തവർ എവിടെ? റമളാനിൽ നോമ്പും അവരും ചെയ്തവർ എവിടെ? റമളാനിൽ സുകൃതങ്ങൾ ചെയ്തവർ എവിടെ?
റമളാനിൻ നോമ്പും അമലും ചെയ്തവർ എവിടെ റയ്യാനിൻ വാതിൽ തുറന്നിടുന്നേ മലക്കുകൾ സ്വാഗതം പറഞ്ഞിടുന്നേ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബിന് ശേഷം രാത്രി തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് രാത്രി 10:30 ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒറ്റയിട്ട് രാവിലെ മജ്ലിസ് ഹദ്ദാദ് കൃത്യം ആദ്യം ഹദ്ദാദ് ആരംഭിക്കും. നമ്മൾ ഒറ്റയിട്ട് രാവിലെ ചെയ്യുന്നത് പോലെ തൗബയും ദിക്റും ദുആ മജ്ലിസും ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ ഇന്ന് 27 രാവായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഫാത്തിഹ സൂറത്തും ഇഖ്ലാസും സൂറത്തു യാസീനൊക്കെ ഓതി വെച്ചത് അഡ്മിന്മാരെ അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അറിയിക്കാം. അവസാനം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. പരിശുദ്ധമായ റമളാനിന്റെ 1 മുതൽ തുടങ്ങിയ റമളാൻ നിലാവേ കഴിഞ്ഞ മജ്ലിസുകൾ മുഴുവനും നീ സ്വീകരിക്കണം അല്ലാഹ്. അതിൽ പങ്കെടുത്ത എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസിനെ സ്വീകരിക്കണമല്ലാ. ഇതിൽ പങ്കെടുത്തവരെ, ഇതിൽ ആമീൻ പറയുന്നവരെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാവരെയും കബൂൽ ചെയ്യണേ അല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഒരു തെറ്റു നീ ബാക്കിയാക്കല്ല അല്ലാ. ഒന്നും നീ ബാക്കി വെക്കല്ലേ റബ്ബേ. എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റബ്ബേ. ഞങ്ങളെ മനസ്സ് നീ ശുദ്ധീകരിക്കണേ അല്ലാ. വിഷമങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാ. ടെൻഷനുകളൊക്കെ നീക്കിത്തരണേ അല്ലാ. കടങ്ങളെ വീട്ടണേ അല്ലാ. അതിനുള്ള വഴികൾ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ വലിയ വലിയ പർവ്വതങ്ങളെ ഈ കുഞ്ഞു മനസ്സിൽ നീറുന്ന 100 കൂട്ടം പർവ്വത സമാനമായ സങ്കടങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ജീവിതം. അല്ലാഹുവേ തളർത്തിക്കളയല്ല റബ്ബേ. തളർത്തിക്കളയല്ല റബ്ബേ. തളർത്തിക്കളയല്ല റബ്ബേ. തളരുന്ന ഹൃദയങ്ങൾക്ക് നീ കരുണ നൽകണേ അല്ലാ. പതറുന്ന മനസ്സുകൾക്ക് നീ കരുണ ചൊരിയണേ അല്ലാ. പതറിപ്പോകാതെ ഞങ്ങളെ മനസ്സിനെ നീ ധൈര്യസമേതം നീ പിടിച്ചുയർത്തണം അല്ലാ. ആര് തളർത്തിയാലും നീ ഞങ്ങളെ തളർത്തല്ല റബ്ബേ. ആര് ഞങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അല്ലാഹുവേ നീ ഞങ്ങളെ പിടിച്ചുയർത്തണം അല്ലാ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ. കൊറോണ വല്ലാതെ സങ്കടത്തിന്റെ ഓരോ അപ്ഡേറ്റ് ന്യൂസ് കേൾക്കുമ്പോ മനസ്സിന്റെ അകത്ത് വിഷമമാണ് അല്ലാഹുവേ. പ്രവാസികൾ എപ്പോഴും പറയും ഉസ്താദേ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്യണം ഉസ്താദേ, ദുആ ചെയ്യണം. ഓരോ ദിവസത്തെ ന്യൂസുകൾ അവരിങ്ങനെ കാണിച്ചു തരുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത ബേജാറാണ് അല്ലാഹുവേ. കുടുംബം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അവരെ, നാട്ടുകാരിവിടെ കാത്തിരിക്കുന്നുണ്ട് അവരെ. അവർക്ക് നീ തുണയാകണമല്ലാ. അവർക്ക് നീ തുണയാകണമല്ലാ. അവർക്ക് നീ തുണയാകണമല്ലാ. പലരും നിരീക്ഷണത്തിലാണ്. അടുത്തുള്ള റൂമുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചവരുണ്ട്.
അല്ലാ കാക്കണം റബ്ബേ, ശിഫ കൊടുക്കണമല്ലാ, ആരോഗ്യം കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ. എത്രയോ ആളുകളാണ് ഉസ്താദേ, എൻ്റെ വാപ്പ നിരീക്ഷണത്തിലാണ്, എൻ്റെ ഭർത്താവ് നിരീക്ഷണത്തിലാണ്, എൻ്റെ കുടുംബങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ വിഷമം പറഞ്ഞിട്ടുണ്ട്. ഒന്നും സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവേ നീ അവർക്ക് തുണ നൽകണേ റഹ്മാനെ. അടുത്ത റിസൾട്ടുകളൊക്കെ നെഗറ്റീവായി വളരെ സന്തോഷം, വളരെ റാഹത്ത് നീ അവർക്ക് കൊടുക്കണമല്ലാ. കൊറോണ കാരണം പലർക്കും ജോലിയില്ലാതെ, ഒരു ഡ്യൂട്ടിക്കും പോവാൻ കഴിയാതെ, ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ, നീ കാരുണ്യം നൽകണേ റഹ്മാനെ, നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഖൈറിന്റെ റഹ്മത്തിന്റെ നിഅമത്തിന്റെ കവാടങ്ങളെ അവർക്ക് മുമ്പിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, എത്രയോ സഹോദര സഹോദരിമാർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മുറാദുകൾ നീ ഹാസിലാക്കണമല്ലാ. ഈ ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, പ്രവാസികൾ കുടുംബസമേതം നാട്ടുകാര് സഹോദരിമാരെ കാണുന്നവരുണ്ട്. ഉസ്താദേ ഞങ്ങൾ റമളാനിലാവ് കാണുന്നവരാണ്, സമയമാകുമ്പോ കാത്തിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് സന്തോഷം വിളിച്ചു പറഞ്ഞ് എത്രയോ ആളുകളുണ്ട്. അല്ലാ അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ, നിഅമത്ത് കൊടുക്കണം അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട അഡ്മിന്മാര് അല്ലാഹുവേ അവർക്ക് നീ റാഹത്ത് കൊടുക്കണമല്ലാ, നീ ഖൈർ കൊടുക്കണമല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൈലടക്കമുള്ള, ഞങ്ങളെ നാദൃശിക്കടക്കമുള്ള, ഇന്ന് നമുക്ക് സ്വാഗതം പറഞ്ഞ കോട്ടക്കുന്നിലെ നമ്മുടെ കൂട്ടുകാര റംഷിദടക്കമുള്ള, അല്ലാഹുവേ പാഴൂരിലെ ലത്തീഫ് അടക്കമുള്ള, ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് അടക്കമുള്ള എത്രയോ അഡ്മിൻ കൂട്ടുകാരെ, ഞങ്ങളെ ഈ പോസ്റ്ററുകളൊക്കെ ചെയ്തു തരുന്ന മുബശ്ശിറടക്കമുള്ള കർണാടകയിലുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞങ്ങളെ സ്നേഹിതനായ സിറാജ് ഉസ്താദടക്കമുള്ള, അല്ലാഹുവേ ഷാഹിദടക്കമുള്ള എത്രയോ കൂട്ടുകാരെ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഫലം കൊണ്ടാണ് റമദാനിലാവ് മനോഹരമായി മുന്നോട്ട് പോകുന്നത്. അല്ലാഹുവേ അവർക്ക് നീ കാവല് കൊടുക്കണമല്ലാ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ, അവരെ കാര്യങ്ങളൊക്കെ നീ വിജയിപ്പിക്കണമല്ലാ. അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ദീനിനെ ഖിദ്മത്തെടുക്കുന്ന കാരണം കൊണ്ട് അവർ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവരെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. നല്ല ജോലി കൊടുക്ക റബ്ബേ, നല്ല വീട് കൊടുക്ക റബ്ബേ, നല്ല ഇണകളെ കൊടുക്ക റബ്ബേ, നല്ല സന്താനങ്ങളെ കൊടുക്ക റബ്ബേ. അവരെ കുടുംബത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ലൈവിലൂടെ ആമീൻ പറയുന്ന മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ എത്രയോ സഹോദരിമാര് ഗർഭിണികളാണ്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഭാര്യമാർക്ക് നീ സുഖപ്രസവം കൊടുക്ക റബ്ബേ. സ്വലാഹിയത്തുള്ള ആഫിയത്തുള്ള ഈമാനുള്ള ഒരു സുഹൃതങ്ങൾ നിറഞ്ഞ മനോഹരമായ മക്കളെ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്ക റബ്ബേ. വിവാഹം ശരിയാവാത്തവർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവർ, ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞവർ, ചെറിയ നാളുകളിൽ ഞങ്ങൾ ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോ അന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് മോനെ നിന്റെ കാശ് ഞാൻ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ നാളിൽ മുത്താലിമായപ്പോ ഞങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്നവരുണ്ട്. അവർ ഇന്ന് എവിടെയാണെന്നറിയൂല, എന്നാലും ആ സ്നേഹം ഞങ്ങളെ മനസ്സിൽ നിന്ന് മായുന്നില്ല റബ്ബേ. അല്ലാഹുവേ അവർക്ക് നീ കരുണ ചൊരിയണേ റഹ്മാനെ, നീ കരുണ ചൊരിയണേ റഹ്മാനെ. എറണാകുളത്തെ കളമശ്ശേരിയിലുള്ള സാലിം കന്നലെ വിളിച്ചിരുന്നു ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിത്തന്ന്. അല്ലാ അങ്ങനെ എത്രയോ കൂട്ടുകാരെ അവർക്ക് ബറക്കത്ത് കൊടുക്ക റബ്ബേ, റഹ്മത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ. അവരെ കാര്യങ്ങളിലൊക്കെ വലിയ ബറക്കത്ത് ഏറ്റി കൊടുക്കണമല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പൊന്നാര ഉമ്മ ഖബറിലാണ്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളെ ഉമ്മനെ നീ നരകത്തിലെറിയല്ല അല്ലാ, ഞങ്ങളെ വാപ്പനെ നീ നരകത്തിലെറിയല്ല അല്ലാ. അവർക്ക് സ്വർഗം കൊടുക്ക റബ്ബേ, അവർക്ക് സ്വർഗം കൊടുക്ക അല്ലാ, സ്വർഗം കൊടുക്ക അല്ലാ. അവരെയും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഭാര്യ കുടുംബത്തിൽ നിന്ന്, ഭക്ഷണം തന്നവരിൽ നിന്ന്, സ്നേഹിച്ചവരിൽ നിന്ന്, കൂടെ പഠിച്ചവരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ലൈവിലൂടെ ആമീൻ പറയുന്നവരിൽ നിന്ന്, അഡ്മിന്മാരെ കുടുംബത്തിൽ
ലോകത്തിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരൊക്കെ ഖബറിനെ വിശാലമാക്കണം അല്ലാഹ്. സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹിദ ലഹും ശഹ്റു റമളാൻ. അല്ലാഹുമ്മ ജഅൽനാ ممن رضي عنهم شهر رمضان. اللهم اجعلنا من الفائزين بشهر رمضان. آمين برحمتك يا أرحم الراحمين. നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇന്ന് മഗ്‌രിബിന് ശേഷം 27-ാം രാവാണ്, പ്രധാനപ്പെട്ട രാവാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് തറാവി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കൃത്യം 10:30 നമ്മുടെ മജ്‌ലിസ് ആരംഭിക്കും. നമ്മൾ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് നിർത്തുകയാണ്. കാരണം വലിയ മജ്‌ലിസുകൾ മഅദിന പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വലിയ മജ്‌ലിസുകളുള്ള കാരണമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പെട്ടെന്ന് തൗബ ചൊല്ലിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് സന്തോഷത്തോടെ നമുക്ക് പിരിയണം. നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് വൻ വിജയമാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം